ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിനു വേണ്ടി നമുക്ക് കുറച്ച് മാവ് കുഴച്ചെടുക്കുക. അതിനിതാ ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് പാൽ ഒഴിച്ച് ഇളം ചൂട് പാലൊഴിച്ച് ആക്റ്റീവ് ആവാൻ വെച്ചതാണ്. അതിലേക്ക് 1 മുട്ടയും 1 ടേബിൾ സ്പൂൺ ബട്ടറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി കുഴച്ചെടുത്ത് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഇതുപോലെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഗരം മസാലപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ഉപ്പ് അതൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആ ഫ്രൈ ചെയ്ത് ആയതിനു ശേഷം അതൊന്ന് മാറ്റി വെച്ച് ആ പാനിൽ തന്നെ നമുക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ഫ്രൈ ചെയ്യാൻ വേണ്ടിക്ക് ഇട്ടുകൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ വൈറ്റ് സോസ് അതാണ് ആക്കുന്നത്. അതിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം മിക്സാക്കി എടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ചീസ് ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും ചേർത്ത് പിന്നെ നമുക്കതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ആ പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കെല്ലാം മിക്സാക്കി എടുത്താൽ ഒരു വൈറ്റ് സോസിൻ്റെ ഫില്ലിംഗ് ആയിട്ടാണ് ഞാൻ ആക്കിയെടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോവും കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചേർത്ത് നമുക്കതൊന്നും കൂടി മിക്സാക്കി എടുക്കാം. ഇതാണ് ഞാൻ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി റെഡിയാക്കിയത്. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് എടുത്ത് ഇതുപോലെ ഞാൻ ഇപ്പോൾ 4 ഇതാക്കിയിട്ടാണ് എടുത്തത്. ഇതുപോലെ അതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ നമ്മൾ ഇത് ആക്കിയെടുക്കാൻ പറ്റിയ ഞാൻ ഇപ്പോൾ ഓവനിൽ വെക്കുന്നതുകൊണ്ടാണ് അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ചെറുതായിട്ടും വേണമെങ്കിൽ ആക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഇതുപോലെ വലുതാക്കിയിട്ടാണ് ഇത് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോരോ കട്ട് ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കൊരു 15-20 മിനിറ്റ് അതൊന്ന് വെച്ചാൽ മതി. പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടറൊക്കെ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ ഇൻഷാ